അളയാ ഹെൽമെറ്റ് ഒക്കെ കിടക്കണ് അതുകൊണ്ട് മെത്ത തള്ള ഇതിൻ്റെ അടിയിൽ എന്തൊക്കെ ഉണ്ടോ എന്തോ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, വെൽക്കം ടു ട്രാവൻകൂർ പിസ്റ്റൺസ്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് പാർവതി പുത്തനാർ, കേട്ടിട്ടുണ്ടോ? അതായത് തിരുവനന്തപുരത്തെ വളരെ വേണ്ടപ്പെട്ട ഒരു റിവറോ കനാലോ എന്തോ ആണ്. ഈ റോഡെന്ന് പറഞ്ഞാൽ നമ്മുടെ കരിക്കകം ക്ഷേത്രത്തിൻ്റെ സൈഡിലത്തെ റോഡാണ്. ഇതിൽ റോഡൊക്കെ നന്നാക്കിയിട്ടുണ്ട്, അടിപൊളി. പക്ഷേ ഇപ്പോഴത്തെ സൈഡിൽ പച്ചക്കളർ കിടക്കുന്നത് അതൊരു ഗ്രൗണ്ട് അല്ല, അതാണ് പാർവതി പുത്തനാർ റിവർ. വർഷങ്ങളായിട്ട് ഒരു മാറ്റമില്ലാതെ നാറി പുഴുത്ത് കിടക്കുന്ന ഒരു റിവർ. നോബഡി കെയർസ്, ആർക്കും ഒരു വിഷയമേ അല്ല. മാറി മാറി വരുന്ന രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ മാറി മാറി വരുന്ന ഉദ്യോഗസ്ഥർ ഒരു റിവർ കിടക്കുന്ന നോക്കൂ. പണ്ടത്തെ പോലെ ഒന്നും അല്ലല്ലോ, ഇപ്പോൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സഫാരി ചാനലൊക്കെ കാണുന്നത് തന്നെയാണ്. മറ്റു രാജ്യങ്ങളിൽ ഇങ്ങനെയാണോ? ഇത് കണ്ട, ഇതെന്താ ആഫ്രിക്കൻ പാൽ, എന്ത് വെറൈറ്റി സാധനം എന്താണ്? ഇവർ ഇത് ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ കോൺട്രാക്റ്റ് ഒക്കെ കൊടുക്കും, പക്ഷെ ഒന്നും നടക്കത്തില്ല. ഈ കോൺട്രാക്റ്റുകാരും ഗവൺമെൻറ് ഒഫീഷ്യൽസും രാഷ്ട്രീയക്കാരും തമ്മിലേക്ക് എന്തൊക്കെയോ മേജർ കളി നടക്കുന്നുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ. അത് കണ്ട, ശ്രദ്ധിച്ച് നോക്ക്, അതൊരു പട്ടി, ചത്തൊരു പട്ടിയാണ് നടക്കുന്നത്. ഈ ലോകത്തില്ലാത്ത എല്ലാ അസുഖങ്ങളും ഉള്ള നാടാണ് നമ്മുടെ കേരളം. അറിയാമല്ല, നിപ്പ, കൊറോണ, H1N1, ABCD, അങ്ങനെ എന്തൊക്കെ നമ്മൾ കേട്ടിട്ടില്ലാത്ത അസുഖങ്ങളുള്ളതാണ്. അതെല്ലാം തന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വരും. കറുത്ത വെള്ളം, ഞാൻ നോക്കിയപ്പോൾ കുറച്ച് വെള്ളം ഞാൻ കണ്ട്. കറുത്ത വെള്ളം വെച്ചാൽ നിൽക്കാൻ പറ്റത്തില്ല, നാറ്റമാണ്. സത്യം പറഞ്ഞാൽ ആ ഏരി താമസിക്കുന്നവരെയൊക്കെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. എങ്ങനെയാണോ അല്ലേ ഈ വൃത്തിയായിട്ട ഒരു സെറ്റപ്പിന്റെ അടുത്തൊക്കെ അവർ ജീവിക്കുന്നത്? അവിടെയും കാണൂല മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും MLA മാരും ഒക്കെ. ഒരു കാര്യമില്ല, ഒരു പ്രയോജനമില്ല. ഇത് കണ്ട, ഇത് എയർപോർട്ടിന് അങ്ങോട്ട് പോകുന്ന വഴിയിൽ ആണ് ഈ സ്ഥലം. ഇത് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് ഈ ആലപ്പുഴയിൽ നിന്ന് അവിടുന്ന് കുട്ടനാട്ടിൽ നിന്നൊക്കെ വലിയ വലിയ ബോട്ടൊക്കെ വരുമായിരുന്നു. അന്ന് ഇൻലാൻഡ് വാട്ടർവേസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ പക്കയായിരുന്നു. അന്നത്തെ വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ നല്ല സൂപ്പർ വെള്ളമായിരുന്നല്ലോ. അപ്പോൾ അത് ബോട്ട് ഒതുക്കുന്ന സ്ഥലം, വള്ളക്കടവ് എന്നൊക്കെ പറഞ്ഞ സ്ഥലമൊക്കെ ആയിരുന്നൂടെ? അടിപൊളി സ്ഥലങ്ങളായിരുന്നു അന്നത്തെ കാലം. ഇപ്പോൾ കിടക്കുന്നുണ്ടോ? രാജാവിൻ്റെ സമയത്ത് ഇതൊക്കെ വേറെ വൈബായിരുന്നു. ഒരു പാലത്തിൻ്റെ അടിവശമാണ്, അതിൻ്റെ അടിയിലൊക്കെ എന്തൊക്കെയാണെന്ന് കണ്ടറിയാം. എനിക്കെന്തെങ്കിലും അസുഖം വരുമോ എന്തോ, കാരണം നാറിയിട്ട് നിൽക്കാൻ വയ്യ ഇവിടെ. എന്തായാലും ആ ഏരിയ താമസിക്കുന്നവരെയും അവിടുത്തെ ജനപ്രതിനിധികളും പേര് കേട്ട ലീഡർമാരെയൊക്കെ സമ്മതിച്ചു കൊടുക്കണം. ഇത് എയർപോർട്ടിൻ്റെ ആ ചാക്കയിൽ നിന്ന് വരുന്ന പാലത്തിൻ്റെ താഴെ കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഹെൽമെറ്റ് ഉണ്ട്, ഡബിൾ മെത്തയുണ്ട്. വേസ്റ്റൊക്കെ എടുത്തങ്ങ് എറിയാണ്. ഇതെൻ്റെ സൈഡിൽ വേസ്റ്റ് പാത്രമൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു കാര്യമില്ല. ഇതൊക്കെ കണ്ടപ്പോൾ സങ്കടം തോന്നി എടുത്തൊരു വീഡിയോ ആണ്. ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന് അറിയാം, കാരണം വർഷങ്ങളായിട്ടൊന്നും നടന്നിട്ടൊന്നുമില്ല. വെനീസ് പോലെ ആക്കും, വേറെ ലെവലാക്കും, ഇൻലൻഡ് വാട്ടർവേസ് വരും, സ്പീഡ് ബോട്ട് വരും, മേജർ ചരക്ക് ഗതാഗതം വരും എന്നൊക്കെ തള്ളുന്നതല്ലാതെ ഇതൊന്നും നടക്കാൻ പോണില്ല. ഈ കാണുന്നത് വള്ളക്കടവാണ്, ഒരു സമയത്ത് ലെജൻഡറി സ്ഥലമായിരുന്നു. പക്ഷേ എല്ലാം നശിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. കോൺട്രാക്ടർമാരും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള കളിയാണ്. കാരണം വൃത്തിയാക്കി സെറ്റായി കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടത്തില്ലല്ലോ. കാരണം അവർക്കിങ്ങനെ കോൺട്രാക്ട് പുതുക്കിക്കൊണ്ടിരിക്കണം ഈ ക്ലീനിങ്ങിൻ്റെ പേരും പറഞ്ഞുകൊണ്ട്. എൻ്റെ കൊച്ചിലെ മുതലേ ഈ വർക്ക് ഇവിടെ നടക്കുന്നതാണ്. നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. എന്തായാലും നമ്മളെപ്പോലെ, എന്നെപ്പോലെ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ കുറച്ച് ആൾക്കാർ ഇത് കണ്ടിങ്ങനെ പ്രതികരിച്ചുകൊണ്ടിരിക്കും. അല്ലാതെ ഇവിടെ ഒന്നും നടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നാടിനെക്കുറിച്ചുള്ള പ്രതീക്ഷ പയ്യെ താന്നു പോകുന്നു.